ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും മാരകമായ ആക്രമണത്തെ അതിജീവിച്ച കരുത്തയായ ഒരമ്മയിലേക്കുള്ള അവളുടെ ജീവിതയാത്ര നമുക്ക് നോക്കാം. ദ ഡാർക്ക് സൈഡിലേക്ക് സ്വാഗതം. ടിഫനി മീഡിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഊട്ടാ സംസ്ഥാനത്തെ ഡേവിസ് കൗണ്ടിയിലാണ് അവൾ വളർന്നത്. തികച്ചും സാധാരണവും സ്നേഹനിധിയായ മാതാപിതാക്കളുടെ സംരക്ഷണയിലുമായിരുന്നു ടിഫനിയുടെ വളർച്ച. അവളുടെ മാതാപിതാക്കൾ അവൾക്ക് വലിയ പിന്തുണയാണ് നൽകിയിരുന്നത്. പിൽക്കാലത്തുണ്ടായ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അവളുടെ കുടുംബം നൽകിയ ഈ കരുത്ത് വലിയ പങ്കുവഹിച്ചു. ഡേവിസ് കൗണ്ടിയിലെ സ്കൂളിലായിരുന്നു ടിഫനി പഠിച്ചിരുന്നത്. ഹൈസ്കൂൾ സീനിയറായി പഠിക്കുമ്പോഴാണ് അവൾ ക്രിസ്റ്റഫർ മാനെ പരിചയപ്പെടുന്നത്. ഏകദേശം 17-18 വയസ്സുള്ളപ്പോഴാണ് ഈ കൂടിക്കാഴ്ച. കുട്ടിക്കാലം മുതൽക്കേ മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കാനും താല്പര്യമുള്ള പ്രകൃതമായിരുന്നു അവളുടേതെന്ന് പറയപ്പെടുന്നു. അമിതമായ ആത്മവിശ്വാസമോ ലോകപരിചയമോ ഇല്ലാതിരുന്ന കൗമാരപ്രായത്തിലാണ് അവൾ ക്രിസ്തുമായി പ്രണയത്തിലാകുന്നത്. ആ പ്രായത്തിലുള്ള നിഷ്കളങ്കത കൊണ്ടാകാം ക്രിസിനെ പോലൊരു വ്യക്തിയെ പെട്ടെന്ന് വിശ്വസിച്ചതും വെറും ആഴ്ചകൾക്കുള്ളിൽ വിവാഹത്തിലേക്ക് കടന്നതും. 2008 ഹൈസ്കൂൾ പഠനകാലത്താണ് ടിഫനി ക്രിസ്റ്റഫർ മാൻ എന്ന പട്ടാളക്കാരനെ പരിചയപ്പെടുന്നത്. വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ ഒരുമിച്ച് താമസം തുടങ്ങുകയും 4 ആഴ്ചയ്ക്കുള്ളിൽ വിവാഹിതരാകുകയും ചെയ്തു. തുടക്കത്തിൽ ക്രിസ് വളരെ സ്നേഹമുള്ളവനായിരുന്നു. എന്നാൽ ഇറാഖിലെ സേവനത്തിനു ശേഷം തിരിച്ചെത്തിയ ക്രിസിൻ്റെ സ്വഭാവം പാടെ മാറി. അവൻ ടിഫനിയെ മാനസികമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഒടുവിൽ സഹിക്കവയ്യാതെ ടിഫനി വിവാഹമോചനത്തിന് അപേക്ഷിക്കുകയും തൻ്റെ 2 മക്കളുമായി മാതാപിതാക്കളുടെ അടുത്തേക്ക് മാറുകയും ചെയ്തു. 2013 ജൂലൈ 23 കുട്ടികളുടെ ചിലവിനുള്ള പണം നൽകാനെന്ന വ്യാജേന ക്രിസ് ടിഫനിയെ വിജനമായൊരു പാർക്കിലേക്ക് വിളിച്ചു വരുത്തി. കൂടെ ആരും വരരുത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ടിഫനി തൻ്റെ 2 വയസ്സുകാരനായ മകൻ നോഹയെ കൂടെ കൂട്ടിയിരുന്നു. 2013 തൻ്റെ 2 വയസ്സുള്ള മകനോടൊപ്പം ക്രിസിനെ കാണാൻ പോയ ടിഫനിക്ക് നേരെ അയാൾ ക്രൂരമായ ആക്രമണം നടത്തി. വിജനമായ സ്ഥലത്ത് വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ അവൻ അവളുടെ കഴുത്തറുത്തു. ആ നിമിഷം മരണമുറപ്പാണെന്നറിഞ്ഞിട്ടും തൻ്റെ മകൻ്റെ സുരക്ഷയെ കരുതി ടിഫനി മനസാന്നിധ്യം കൈവിട്ടില്ല. അവനെ സ്നേഹം അഭിനയിച്ച് വിശ്വസിപ്പിക്കുകയും സഹായത്തിനായി വിളിക്കാൻ അവനെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കുകയും ചെയ്തു. നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം, നമുക്ക് വീണ്ടും ഒന്നിച്ചു ജീവിക്കാം എന്ന് പറഞ്ഞ് അവൾ ക്രിസിനെ വിശ്വസിപ്പിച്ചു. ഇത് വിശ്വസിച്ച ക്രിസ് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സമ്മതിച്ചു. പക്ഷേ താൻ സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് പോലീസിനോട് പറയണമെന്ന് അവൻ നിർബന്ധിച്ചു. കഴുത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിലും 1 മൈലോളം കാർ ഓടിച്ച് ടിഫനി സഹായത്തിനായി എത്തി. പോലീസ് എത്തിയപ്പോൾ ക്രിസ് പറഞ്ഞ കള്ളക്കഥ വിശ്വസിക്കാതെ ഇവൻ എന്നെ കൊല്ലാൻ നോക്കിയതാണ്, എൻ്റെ കുഞ്ഞിനെ ഇവന് വിട്ടുകൊടുക്കരുത് എന്ന് അവൾ വിളിച്ചു പറഞ്ഞു. ടിഫനി അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും ക്രിസ് അടങ്ങിയിരുന്നില്ല. ജയിലിനുള്ളിൽ കിടന്നുകൊണ്ട് അവൻ ടിഫനിയെ കൊല്ലാനൊരു ഹിറ്റ്മാനെ വാടകയ്ക്കെടുക്കാൻ ശ്രമിച്ചു. $25,000 ഇവൻ ഇതിനായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ പോലീസ് ഇത് നേരത്തെ അറിഞ്ഞു. ഒരു അണ്ടർ കവർ പോലീസ് ഉദ്യോഗസ്ഥൻ ഹിറ്റ്മാനായി അഭിനയിച്ച് ക്രിസിനെ സമീപിച്ചു. ടിഫനി കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിപ്പിക്കാൻ വ്യാജ ഫോട്ടോകൾ നിർമ്മിച്ചു. അത്ഭുതകരമായാണ് അന്ന് അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ക്രിസിന് കടുത്ത ശിക്ഷ ലഭിച്ചു. ഇന്ന് ടിഫനി വീണ്ടും വിവാഹം കഴിച്ച് സമാധാനപരമായ ജീവിതം നയിക്കുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അവൾ തൻ്റെ കഴുത്തിലെ പാടുകളെ ഒരു ഇഴയുടെ അടയാളമായല്ല, മറിച്ച് ഒരു പോരാളിയുടെ വിജയമുദ്രയാണ് കാണുന്നത്. ഭയം വേട്ടയാടുമ്പോഴും തൻ്റെ മക്കൾക്ക് സുരക്ഷിതമായൊരു ഭാവിയൊരുക്കാൻ ടിഫനി കാണിച്ച ധൈര്യം ഇന്നും പലർക്കും പ്രചോദനമാണ്. നന്ദി.